യെസ്, അങ്ങനെ റസൽമേനിക്ക് ഏതാണ്ട് 10-ൽ താഴെ ദിവസമേ ബാക്കിയുള്ളൂ. നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ഈ ഒരു റസൽമേനിക്കാണ്. ഉറപ്പായിട്ടും പ്രഡിക്ഷൻ വീഡിയോ വരുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ. സോ എല്ലാവരും സ്റ്റേ ട്യൂൺഡായിട്ടിരിക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് വിൻസ് മിക്മാൻ എന്ന പേര് WWE ഉപയോഗിക്കാനേ പാടില്ല. ആ ഒരു പേര് ഇപ്പോൾ ബാൻ ചെയ്തിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും WWE ആ ഒരു പേര് ഉപയോഗിക്കാൻ പോകുന്നില്ല. അതായത് വിൻസ് മിക്മാൻ എന്തൊക്കെ പറ്റിയാലും ആ ഒരു പേര് WWE ഉപയോഗിക്കാൻ പോകുന്നില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ വിൻസ് മിക്മാൻ എന്ന പേര് ഇപ്പോൾ WWE നിന്ന് ഫുള്ളായിട്ട് ബാൻ ചെയ്തിരിക്കുകയാണ്. WWE ക്രിയേറ്റ് ചെയ്ത ആളുടെ പേര് WWE ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് എത്രത്തോളം കഷ്ടമായ ഒരു കാര്യമാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോമൻ റെയ്ൻസിൻ്റെ ഒരു ഡോക്യുമെൻ്ററി അടുത്തിടെ പുറത്തേക്ക് വന്നിരുന്നു. ആ ഒരു ഡോക്യുമെൻ്ററിയിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് കോവിഡ് വന്ന സമയത്ത് 2019-2020 സമയത്ത് താൻ പ്രൊഫഷണൽ റെസ്ലിംഗിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാണ് റോമൻ റെയ്ൻസ് ആ ഒരു ഡോക്യുമെൻ്ററിയിൽ പറയുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് തൻ്റെ ബോഡിയിൽ താൻ കുറച്ചുകൂടെ വർക്ക് ചെയ്യുകയും കുറച്ചുകൂടെ സ്ട്രെങ്ത് ആക്കുകയും ആ ഒരു ധൈര്യത്തിലാണ് താൻ വീണ്ടും പ്രൊഫഷണൽ റെസ്ലിംഗിലേക്ക് വന്നെന്ന് റോമൻ റെയ്ൻസ് പറയുന്നുണ്ട്. പിന്നെ നമുക്കറിയാം 2021 നടന്ന ചരിത്രമാണ്. സമ്മർ സ്ലാമിൽ അദ്ദേഹം ആ ഒരു യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നു. ഇപ്പോൾ 3 വർഷത്തിലധികം ചാമ്പ്യനായിട്ട് ഇരിക്കുന്നു. സോ വിരമിക്കാൻ തീരുമാനിച്ചൊരു വ്യക്തിയാണ്. ഇപ്പോൾ WWE എല്ലാം കീഴടക്കി നിൽക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗോൾഡ്ബർഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അതായത് ഗോൾഡ്ബർഗിൻ്റെ റിട്ടയർഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ഒന്നുമല്ല. പക്ഷേ ഗോൾഡ്ബർഗ് പറഞ്ഞൊരു കാര്യമാണ്, വളരെ ചെറിയൊരു അപ്ഡേറ്റ് ആണ്. അതായത് ഗോൾഡ്ബർഗ് അറിയുകയാണ് തൻ്റെ പ്രൈം ഏജിലായിരുന്നെങ്കിൽ താൻ ഇപ്പോഴെങ്കിൽ താൻ ഉറപ്പായിട്ട് പ്രൊഫഷണൽ റെസ്ലിംഗ് ചെയ്തില്ല. അതായത് WWE ഒന്നും ചെയ്തില്ല, ഉറപ്പായിട്ട് UFC ചേരുമായിരുന്നു എന്നാണ് ഇപ്പോൾ ഗോൾഡ്ബർഗ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഗോൾഡ്ബർഗ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ഒരു കാര്യം നമുക്കറിയാം, ഗോൾഡ്ബർഗിന് ഇപ്പോൾ വലിയ അവസരങ്ങളൊന്നും WWE കൊടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിന് പ്രായമായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അവസാനം ചില മാച്ചുകളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അത്രത്തോളം മികച്ച മാച്ചുകളൊന്നും അല്ലായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ അധികം അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കാത്തത്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പ്രൈം ടൈമിലായിരുന്നെങ്കിൽ UFC ചേരുമായിരുന്നാണ്. ഇപ്പോൾ ചേരുന്ന കാര്യമൊന്നുമല്ല. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കാർമല പറഞ്ഞൊരു കാര്യമാണ്. അവരുടെ ട്വീറ്റിലൂടെയാണ് അവർ ഇത് അറിയിച്ചിരിക്കുന്നത്. ഇത് കാർമല അടുത്ത റസൽമേനിയ വീക്കെൻഡിൽ ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ദ വേൾഡ് എന്ന് പറയുന്ന ഒരു ഷോയിൽ അവർ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിക്കവാറും റസൽമേനിയയിലും ഭാഗമാകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ എന്തായാലും നമുക്ക് റസൽമേനിയ വീക്കെൻഡിൽ കാർമലയെ കാണാൻ സാധിക്കും. മിക്കവാറും ദ വേൾഡ് എന്ന് പറയുന്ന ഷോയിലായിരിക്കും അവർ വരാൻ പോകുന്നത്. ഈ റസൽമേനിയയിൽ ഏത് രീതിയിൽ ഭാഗമാകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റേ മിസ്റ്റീരിയോയുടെ ഒരു ഇമേജ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാസ്ക് ഇല്ലാത്തൊരു ഇമേജ്. നമ്മൾ വളരെ റെയറായിട്ടാണ് റേ മിസ്റ്റീരിയോയുടെ മാസ്ക് ഇല്ലാത്ത ഇമേജുകളൊക്കെ പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ ഡോട്ടർ ഒത്തുള്ളൊരു വീഡിയോയുടെ ഒരു ഇമേജാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും അതിനകത്ത് നിങ്ങൾ റേ മിസ്റ്റീരിയോ ഒന്ന് കാണുക. ആ പഴയ റേ മിസ്റ്റീരിയോ ഇപ്പോഴത്തെ റേ മിസ്റ്റീരിയോ അൺമാസ്ക്ഡ് റേ മിസ്റ്റീരിയോ നിങ്ങൾ കമ്പയർ ചെയ്യുക. മുഖം നോക്കുക, നല്ല രീതിയിൽ വയസ്സായ പോലെ നമുക്ക് തോന്നുന്നല്ലേ റേ മിസ്റ്റീരിയോ കണ്ടിട്ട്. എന്തായാലും അത് അത്രയേ ഉള്ളൂ. ജസ്റ്റ് റേ മിസ്റ്റീരിയോയുടെ ഒരു അൺമാസ്ക്ഡ് ഇമേജ് ഇപ്പോഴത്തെ ഒരു ഏജിൽ ഇമേജ് കാണിച്ചു. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റിക്കീഷിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അതായത് റിക്കീഷി ഇപ്പോൾ വലിയൊരു ടീസ് നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ WWE റിട്ടയറുമായിട്ട് ബന്ധപ്പെട്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റിൽ കുറിക്കുന്ന അദ്ദേഹം ഇങ്ങനെയാണ്, കമ്മിങ് സൂൺ എന്ന ഒരു ഇമേജും കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഉടൻ തന്നെ WWEക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. മിക്കവാറും നമ്മുടെ ജിമ്മി യൂസോ റസൽമേനിയ മാച്ചിൽ അദ്ദേഹം ഒരു ഭാഗമാകാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു ഗസ്റ്റ് റഫറിയൊക്കെ ആയിട്ട്. എന്തായാലും റിക്കീഷി ഒരു ടീസ് നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം കുറേ നാളുകൊണ്ട് ഇങ്ങനെ ടീസ് ചെയ്യുന്നുണ്ട്. മിക്കവാറും ഈ ഒരു മാച്ചിൽ വരാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്രാവശ്യത്തെ റസൽമേനിയയിൽ അന്ദ്രേതി ജയൻ്റ് ബാറ്റിൽ റോയൽ ഉണ്ടോ എന്ന്. കഴിഞ്ഞ 1-2 വർഷമായിട്ട് അന്ദ്രേതി ജയൻ ബാറ്റിൽ റോയൽ സ്മാക്ഡൗൺ ലാൻഡിലോ നടന്ന ഇപ്രാവശ്യം റസൽമേനിയയിലാക്കാനുള്ള സാധ്യതകളുണ്ടോ എന്ന് എന്തായാലും നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇപ്രാവശ്യം സ്മാക്ഡൗണിൽ തന്നെയാണ് അന്ദ്രേതി ജയൻ ബാറ്റിൽ റോയൽ എന്നാണ്, റസൽമേനിയ അല്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അതൊക്കെ ഒരു നല്ല രസം, കാണാൻ നല്ല രസമുള്ള മാച്ചാണ് അന്ദ്രേതി ജയൻ ബാറ്റിൽ റോയൽ മാച്ചൊക്കെ. സോ അത് റസൽമേനിയ നടത്തുന്നതിനായിരിക്കും എന്തുകൊണ്ട് നല്ലത്. റസൽമേനിയയ്ക്ക് മുമ്പുള്ള സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും സ്മാക്ഡൗണിൽ വെച്ചാണ് ഇപ്പോഴത്തെ അന്ദ്രേതി ജയൻ ബാറ്റിൽ റോയൽ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എല്ലാ പ്രാവശ്യം പോലെ, അതായത് കഴിഞ്ഞ 2 വർഷത്തെ പോലെ ഇപ്രാവശ്യം അവിടെ തന്നെയാണ്, ഒരു മാറ്റമില്ല. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.